ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ മോർണിംഗ് എണീറ്റ് നേരെ അടുക്കളയിലും കയറി ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു ഗ്ലാസ് ചായ കഴിഞ്ഞ ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കാറ്. മോർണിംഗ് എണീറ്റ പാടന്നെ നല്ലൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ആ ഉറക്കത്തിൻ്റെ ആ ഒരു മപ്പൊക്കെ ഒന്നത് പോയി കിട്ടും കേട്ടോ. അങ്ങനെ ബ്ലാക്ക് ടീ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതെല്ലാം കഴിച്ച് നേരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ദോശയാണ്. നമ്മുടെ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന ദോശ, നീർദോശ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയൂട്ടോ. അങ്ങനെ ദോശ അവിടെ കിടന്ന് റെഡി ആവട്ടെ. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ 2 മക്കളും എണീറ്റിട്ടുണ്ടായിരുന്നേ. അവർക്കുള്ള ചായയും ബിസ്ക്കറ്റും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാനിതിൽ ക്യാപ്ചർ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ദോശ ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കറിയും കൂടിയും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇന്ന് പൊട്ടാറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ദോശക്ക് ചട്ടണിയും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ചമ്മന്തിയാണ് അരക്കാറ്. ഇന്ന് ദോശക്ക് പൊട്ടാറ്റോ കറിയാണ്. അങ്ങനെ ദോശ ചുടലും കറിക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ എല്ലാം ഒരുമിച്ചാട്ടോ നടക്കുന്നത്. അതാവുമ്പോൾ ഒരുമിച്ച് അങ്ങ് രണ്ടും തീർന്നോളും. പിന്നെ പണ്ടൊക്കെ ഞാൻ ഒരു കുഞ്ഞുള്ളി പോലും കയ്യിൽ വെച്ച് കുഞ്ഞുള്ളി പോലും അരിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കട്ടിംഗ് ബോർഡ് വരെ എടുത്തിരുന്ന ആളാണ്. ഇവിടെ വന്ന ശേഷം പിന്നെ എല്ലാം എൻ്റെ കയ്യിൽ വെച്ചിട്ടാട്ടോ അരിയാറ്. പക്ഷെ എൻ്റെ വീട്ടിൽ പോയി ഞാൻ ഇങ്ങനെ അരിയുമ്പോൾ എൻ്റെ ഉമ്മമ്മ പറയാറുണ്ട്, എന്തിനാ വെറുതെ കൈമ മുറിയാക്കുന്ന, ആ കട്ടിംഗ് ബോർഡ് എടുത്തൂടെ എന്നാട്ടോ പറയാറ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത് ശീലമായി. ഇപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുന്നേക്കാട്ടിലും സുഖം തോന്നുന്നത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കഴിയും എന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ സമയത്ത് സാഹചര്യത്തിനനുസരിച്ച് എല്ലാം പഠിച്ചെടുക്കുമല്ലേ. അങ്ങനെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളം ഒഴിച്ച് ഇനി നമുക്കത് നേരെ ഗ്യാസിലേക്ക് വെച്ച് അതവിടെ കടന്ന് വേവട്ടെ. നമ്മുടെ ദോശ ചുടൽ ഇതാ ഇവിടെ കഴിയാറായിട്ടുണ്ട്. അങ്ങനെ ദോശ ചുടലും കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള റൈസ് വേവിക്കാനുള്ള വെള്ളം അതേ വെച്ചിട്ടുണ്ട്. മോൻക്ക് കൊണ്ടുപോകാനുള്ള മുട്ട ഇതാ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും പൊരിച്ചെടുത്തു. പിന്നെ ഇതാ കടുകും വറുത്തിട്ടുണ്ട് കറിയിലേക്ക്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ദോശയും ഉരുളൻകിഴങ്ങ് കറിയാണ്. അങ്ങനെ അതെല്ലാം കഴിച്ച് പാത്രങ്ങളും കഴുകി. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു ഫ്ലാസ്കൊക്കെ മാറ്റി വെക്കാറുണ്ട്. അതിനുശേഷം ഇതാ അരി നന്നായി കഴുകി ഇട്ട് കൊടുത്തു. ഇനി അതവിടെ കടന്ന് വേവട്ടെ. ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറി ഇതാ വെണ്ടയ്ക്കയാണ്. അതവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതാ മോനെ ഉറക്കുകയും ചെയ്തു. പിന്നെ നേരെ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങി. അവൻ എണീക്കുമ്പത്തിന് കഴിയണം. അടിച്ചു വാരൽ കഴിഞ്ഞ ശേഷം ഞാൻ മോനെ കുളിപ്പിച്ച് മാറ്റി കൊടുക്കുകയാണ്. അവനിപ്പോൾ പ്രീ സ്കൂൾക്കൊക്കെ പോയി തുടങ്ങിയതിൻ്റെ ഫുൾ ഹാപ്പി അവൻ്റെ മുഖത്ത് തന്നെ കാണാം കേട്ടോ. പിന്നെ ആൾക്ക് പുതിയൊരു വാട്ടർ ബോട്ടിൽ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പോവാൻ ഭയങ്കര ഉഷാറാണ്. അത് കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇതാ ഇയാൾ എണീറ്റേ. ഇന്ന് ഞാൻ പോയില്ല കേട്ടോ. ഇന്ന് ഉമ്മയും ഉപ്പയും കൂടിയാണ് അവനെ കൊണ്ടാക്കാൻ പോകുന്നത്. പിന്നെ പെട്ടെന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലീനിങ് എല്ലാം വേഗം കഴിച്ചു. അധികം വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് കിട്ടിയ മീനാട്ടോ ഇത്. പലവകയാണ്, എല്ലാ തരം മീനുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ വാഷ് ചെയ്യാനുള്ളതും മെഷീനിലിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. അതിനെ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് എടുത്ത് വെച്ച് വേഗം റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഈവനിങ് ആകുമ്പോൾ തന്നെ ഞാൻ തിരിച്ചു വരും. ഉപ്പയും ഉമ്മയും ഉമ്മമ്മയും കൂടി ആയിരുന്നേ കൊണ്ടുവരാൻ വന്നിരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോണത് അമ്മനൂനെ എടുക്കാനാണ്. അവൻ പ്രീ സ്കൂളിലാണല്ലോ. അപ്പോൾ അവനെ എടുത്തിട്ട് വേണം പോവാൻ. ആളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ വരുന്നത്. പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിനെ കണ്ടപ്പോൾ ആളാകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതാ എൻ്റെ നാട്ടിലെത്തിയിട്ടോ. ഇതിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനിടയിൽ കിട്ടിയ സമ്മാനം കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നേരെ പോയത് പഞ്ചായത്തിലേക്കാണ്. അവിടെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ടായിരുന്നു. അതെല്ലാം ശരിയാക്കി ഇനി ഇതാ വീട്ടിലോട്ട് പോവാട്ടോ. വീട്ടിലെത്തി ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എന്നെ എടുത്തില്ല. കാരണം വിശപ്പിൻ്റെ ആഘാതം മൂലം പെട്ടെന്നിരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം വിശ്രമിച്ചു. എന്താ അനിയത്തി സ്കൂളിൽ വന്നിട്ടുണ്ട്. അവൾ പിന്നെ വന്നു കഴിഞ്ഞാൽ കുട്ടീനടുത്ത് കുറച്ച് നേരം ഒരു കൊഞ്ചിക്കലുണ്ടാവുകയെ. അങ്ങനെ ഇതാ ഒരു ബ്ലാക്ക് ടീയും ബേക്കറി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നേ. അനിയത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ബുക്കും കൂടി ഞാൻ അവിടെ ഇരുന്ന് വായിച്ചേ. നല്ല അടിപൊളി സ്റ്റോറിയാണ് ഖദീജ എന്നുള്ളത്. പിന്നെ ഇതാ വീട്ടിനോട് ബൈ ബൈ പറഞ്ഞ് ഇനി നേരെ പോവാണ്. ഉപ്പന്നെയാണ് എന്നെ അങ്ങോട്ടും കൊണ്ടാക്കി തരുന്നത്. ഉമ്മച്ചി കുറേ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചു കൊടുന്നു കേട്ടോ. എന്നെ കൊണ്ടാക്കി തരാൻ ഉമ്മച്ചി എന്തായാലും വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ആളും ഇതാ ഒപ്പം പോന്നിട്ടുണ്ട്. പോകുന്ന വഴി ഒരു ഐസ്ക്രീമും കഴിച്ചു. ബ്ലൂബെറി ആയിരുന്നു, ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ വീട്ടിലെത്തി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ഇനി നേരെ നമ്മൾ ഡിന്നറിലോട്ട് കിടക്കുകയാണ്. പപ്പടം പൊരിച്ചതും നമ്മുടെ ചോറ്, വെണ്ടക്ക കറി, മീൻ പൊരിച്ചത് ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഡിന്നറിന്. ഫുഡെല്ലാം കഴിച്ചു. കിച്ചണും വേഗം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി വേഗം പോയി ഒന്ന് കിടക്കണം. നല്ല ടയേർഡാണ്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.